തിരുവനന്തപുരത്തേക്കാണ് MG പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ആദ്യം കാലാവസ്ഥാ മുന്നറിയിപ്പിലേക്ക് പോകാം. 2 ജില്ലകളിൽ റെഡ് അലേർട്ട്, 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് എന്നതാണ്. അതിൽ മാറ്റമുണ്ടോ? കാലവർഷം വരുന്നതേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ തന്നെ കാലവർഷത്തിന്റെ പ്രതീതിയാണ്. അനുജ, നാളെയോടുകൂടി സംസ്ഥാനത്തെ കാലവർഷം എത്തുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അവസാനമായി അറിയിച്ചിരിക്കുന്ന കാര്യം. അതിനു മുമ്പ് തന്നെ അതിതീവ്ര അതിശക്തമായ മഴയാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ടാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. അതിനു പുറമെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല നിലവിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പക്ഷേ ഈ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ പോലും അതിശക്തമായ മഴയാണ്. ഓറഞ്ച് അലർട്ടിന് സമാനമായ രീതിയിലാണ് മഴ പെയ്യുന്നത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റും പലയിടങ്ങളിലും വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കണമെന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തിന്റെ ഒരു സാഹചര്യം റവന്യൂ വകുപ്പും വിലയിരുത്തി വരികയാണ്. വടക്കൻ കേരളത്തിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ റവന്യൂ മന്ത്രി ഈ ദുരന്ത നിവാരണ അതോറിറ്റി സന്ദർശിക്കും. ജില്ലാ ഭരണകൂടവുമായി മന്ത്രി ചർച്ച നടത്തുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ യോഗം അവിടെ നടക്കും. അതിനുശേഷം മന്ത്രി മാധ്യമങ്ങളെ കണ്ട് നിലവിലെ ഒരു സാഹചര്യം അറിയിക്കുമെന്നതാണ് അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ തീരമേഖലകളിലും അതിശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കടൽ പോകുന്നതിന് നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ തീരമേഖലയിലുള്ളവരും ഒപ്പം മലയോര മേഖലയിലുള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്നതാണ് ഏറ്റവും പുതുതായി കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്ന മുന്നറിയിപ്പ്. 10 മണിയോടുകൂടി തന്നെ പുതിയ മഴ മുന്നറിയിപ്പുകൾ വരും. ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ കാലവർഷം എത്താൻ ഒരു ദിവസം ശേഷിക്കെ സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ അതിതീവ്ര അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം. കനത്ത കാറ്റുള്ളത് കൊണ്ട് തന്നെയാകാം വിവിധയിടങ്ങളിൽ നിന്ന് മരം വീഴുന്ന വാർത്തയൊക്കെ വരുന്നുണ്ടല്ലോ. തിരുവനന്തപുരത്തും അത് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി വിശദാംശങ്ങൾ പ്രതീഷ്. അനുജ, തീർച്ചയായും തിരുവനന്തപുരത്ത് ഇന്നലെ യെല്ലോ അലർട്ടാണ് കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിച്ചിരുന്നത്. പക്ഷേ വൈകിട്ടോടുകൂടി തന്നെ റെഡ് അലർട്ട് 3 മണിക്കൂർ സമയത്തേക്ക് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ അതിശക്തമായ കാറ്റാണ് തിരുവനന്തപുരത്തിന്റെ പല മേഖലകളിലും ആഞ്ഞടിച്ചത്. ഈ അതിശക്തമായ കാറ്റിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ നഗരമേഖലകളിലും മലയോര മേഖലകളിലും തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ഈ ശാസ്തമംഗലം, വെള്ളയമ്പലം, കവടിയാർ, പൂജപ്പുര മേഖലകളിൽ ഈ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി ഒരാളുടെ തലയിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് പരിക്കേറ്റു. ഇനി മറ്റ് മേഖലകളിലേക്ക്, കാട്ടാക്കട, മലയോര മേഖലയായ കാട്ടാക്കടയിലും അതിശക്തമായ കാറ്റ് ഇന്നലെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ബാലരാമപുരത്ത് ഇന്നലെ ഈ അതിശക്തമായ കാറ്റിൽ ഒരു തെങ്ങ് കടപുഴകി ഒരു വീടിന് മുകളിലേക്ക് വീണിട്ടുണ്ട്. ഇടയ്ക്കോണം മേഖലയിലാണ് അത്തരത്തിലൊരു ഗൃഹനാഥന്റെ ഒരു വീട്ടിലേക്ക് തെങ്ങ് കടപുഴകി വീണത്. ആ വീട്ടിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ശബ്ദം കേട്ട ഉടൻ തന്നെ ഇവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി എന്നാണ് ഇവർ പറഞ്ഞത്. മാത്രമല്ല ഈ ബാലരാമപുരം പേഴൂർ കോണത്തൊരു അംഗൻവാടിയുടെ മേൽക്കൂര പൂർണ്ണമായും പറന്നുപോയി. ഏകദേശം 50 മീറ്ററോളം ദൂരെ മേൽക്കൂര പോയി പതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നെയ്യാറ്റിൻകര മേഖലകളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും മരക്കൊമ്പ് ഒടിഞ്ഞു വീണുള്ള നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരം മേഖലയെ സംബന്ധിച്ച് ഈ വൈദ്യുതി ബന്ധം പലയിടങ്ങളിലും തകരാറിലായിട്ടുണ്ട്. ഇനിയും ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭാഗികമായാണ് മലയോര മേഖലകളിൽ അടക്കം നിലവിൽ വൈദ്യുതി ഉള്ളത്. ഇതിനുള്ള നടപടികൾ എന്തായാലും KSEB ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട് ആണെങ്കിൽ കൂടിയും അതീവ ജാഗ്രത തിരുവനന്തപുരത്തുള്ളവരും പാലിക്കണമെന്നതാണ് കാലാവസ്ഥ. തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. പക്ഷേ ശക്തമായ മഴയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. റോഡുകളിൽ ഉൾപ്പെടെ മരം വീണുള്ള നാശനഷ്ടം, വൈദ്യുതി ബന്ധം തകരാറിലായി, അങ്ങനെ ഉള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകി.